ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ 8ാം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദീപകം ടെക്സ്റ്റിലെ 8ാം ക്ലാസ്സിലെ ദീപകം ടെക്സ്റ്റിലെ 2ാമത്തെ ലെസണാണ് ഇന്നെടുക്കാൻ പോകുന്നത്. അതിൻ്റെ പേരാണ് അൽപാനാമപി വസ്തൂനാം സംഹതിഹി കാര്യസാധിക. അൽപാനാമപി, അൽപാനാം പ്ലസ് അപി, അൽപാനാമപി കുറച്ച്, അതായത് നിസാരം അല്ലെങ്കിൽ ചെറുത് എന്നൊക്കെ, അങ്ങനെയുള്ള വസ്തൂനാം വസ്തുക്കളുടെ ഷഷ്ടി, വസ്തുക്കളുടെ സംഹതിഹി, സംഹതി ഗ്രൂപ്പ് കൂട്ടം, കാര്യസാധിക കാര്യം സാധിക്കും എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നമ്മൾ ഇംഗ്ലീഷിൽ പഠിച്ചാൽ യൂണിയൻ ഈസ് സ്ട്രെങ്ത് എന്നുള്ളതാണ്. ഒന്നിച്ച് ചേർന്നാൽ എല്ലാം നേടാം എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിസ്സാരമായിട്ടുള്ളതാണെങ്കിലും അവ ഒന്നിച്ച് യോജിക്കുകയാണെങ്കിൽ അത് എന്ത് ചെയ്യാം? ആ കാര്യം നടക്കും. അങ്ങനെയുള്ള ഒരു പാഠമാണ് ഇത്. അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ടെക്സ്റ്റ് നോക്കിക്കോളൂ. കാനിചന മിത്രാണി വിദ്യാലയസ്യ ഗ്രീഷ്മാവകാശേ പുണ്യക്ഷേത്രദർശനായ ദേവഭൂമിം ഉത്തരാഖണ്ഡം അഗച്ഛൻ. അസ്മിൻ വാക്യേ ക്രിയാപദം കിം? ആ വാക്യത്തിൽ ക്രിയാപദം ഏതാണ്? അഗച്ഛൻ. എന്താ അഗച്ഛൻ എന്ന് പറഞ്ഞാൽ? പോയി എന്നുള്ള കാണിക്കുകയാണ്. പാസ്റ്റ് ടെൻസ് ആണ്. അഗച്ഛൻ എന്തോന്നാണ് അഗച്ഛൻ എന്ന് പറയുമ്പോഴത്തേക്ക്? അഗച്ഛൻ അതിൻ്റെ ധാതു എന്താണ്? ഗമധാതു. ഗമധാതു. പിന്നെ എന്താണ്? ലങ് ആണ്. പാസ്റ്റ് ടെൻസിനെ കാണിക്കുന്നതാണ് ലങ്. ലങ് ഷോസ് പാസ്റ്റ് ടെൻസ്. ലങ് പ്രഥമ പുരുഷ ബഹുവചനമാണ്. പ്രഥമ പുരുഷ ബഹുവചനം അതാണ്. അപ്പോൾ ഇനി ബാക്കി രൂപങ്ങൾ എങ്ങനെ വരും? പ്രഥമപുരുഷ ഏകവചനവും ദ്വിവചനവും എങ്ങനെ വരും? അഗച്ഛത്, അഗച്ഛത്, അഗച്ഛതാം, അഗച്ഛൻ, അഗച്ഛൻ, അഗച്ഛതാം, അഗച്ഛൻ, ഇങ്ങനെ വന്നു. അപ്പോൾ നോക്കിക്കോളൊന്നും കൂടി. മനസ്സിലായില്ലേ? അഗച്ഛൻ. കാനിചന മിത്രാണി. കെ അഗച്ഛൻ. ആര് പോയി? കാനിചന മിത്രാണി. മിത്രം, മിത്രേ, മിത്രാണി. മിത്രങ്ങൾ, ഫ്രണ്ട്സ്. എത്ര? കാനിചന, ഏതാനും മിത്രങ്ങൾ. കഥാ അഗച്ഛൻ. എപ്പോൾ പോയി? വിദ്യാലയസ്യ ഗ്രീഷ്മാവകാശേ. വിദ്യാലയസ്യ ഷഷ്ടി ഏകവചനം. വിദ്യാലയത്തിൻ്റെ ഗ്രീഷ്മാവകാശേ. ഗ്രീഷ്മാവകാശം വേനലവധി എന്ന് പറയല്ലേ? പിന്നെ നമുക്ക് വേനലവധിക്കാലം, പിന്നെ വർഷാവസാനം അവധി വരുമല്ലോ, അതുപോലെ ഗ്രീഷ്മാവകാശേ. അത് സപ്തമി ഏകവചനം. ഗ്രീഷ്മാവകാശത്തിലെ പുണ്യക്ഷേത്ര കിമർത്ഥം? എന്തിനു വേണ്ടി പോയി? പുണ്യക്ഷേത്ര ദർശനായ ചതുർത്ഥി. ചതുർത്ഥിയുടെ അർത്ഥം എന്താ? അതിനു വേണ്ടി. പുണ്യക്ഷേത്ര ദർശനത്തിനായിക്കൊണ്ട്, അല്ലെങ്കിൽ പുണ്യക്ഷേത്ര ദർശനത്തിന് വേണ്ടി. കുത്ര അഗച്ഛൻ. എവിടെ പോയി? ദേവഭൂമിം ഉത്തരാഖണ്ഡം. ഉത്തരാഖണ്ഡം അഗച്ഛൻ. ഉത്തരാഖണ്ഡത്തിലേക്ക്. അത് ദ്വിതീയ ഏകവചനം. ഉത്തരാഖണ്ഡത്തിലേക്ക് അഗച്ഛൻ. ഉത്തരാഖണ്ഡം എന്തോന്നാണ്? ദേവഭൂമിയാണ്. ദേവഭൂമിയായ ഉത്തരാഖണ്ഡത്തിലേക്ക് പോയി. മനസ്സിലായില്ലേ? തദാനീം വർഷാരംഭകാല ആസി. തദാനീം എന്ന് പറഞ്ഞാൽ അപ്പോൾ. വർഷാരംഭകാല. വർഷം എന്ന് പറഞ്ഞാൽ റെയിനി സീസൺ. വർഷാരംഭകാല ആയിരുന്നു. വർഷാരംഭകാല ആസീദ്. അവിടെ ഇവിടെ നോക്കും, ആസീദ് ഒന്ന്. മറ്റേത് അഗച്ഛനാണല്ലേ? ആസീദ് എന്താണ്? ആസീദ് അസുധാതുവാണ്. അസുധാതു. അതും ഇതുപോലെ ലങ്ങാണ്. അതും എന്താണ്? പ്രഥമപുരുഷ ഏകവചനമാണ്. ബാക്കി എങ്ങനെ വരും? ആസീദ്, ആസ്താം, ആസൻ. അതും ലങ്ങാണ്. രണ്ടും പാസ്റ്റ് ടെൻസിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ
അപ്പോൾ വർഷകാല ആരംഭ അസി, വർഷകാല ആരംഭമായിരുന്നു ആ സമയത്ത്. പിന്നെന്ത് സംഭവിച്ചു? സർവേ പ്ലസ് അപി, ആ ഉണ്ടായതാണ് ഒരു പ്രസ്ലേഷൻ കൊടുത്തിരിക്കുന്നത്. സർവേ പ്ലസ് അപി, എല്ലാവരും. സർവേ അപി, ഈ അപി എന്നുള്ളത് ഒരു അവ്യയമാണ്. എന്താണ് അവ്യയം എന്ന് പറഞ്ഞാൽ? സാധാരണ നമ്മളിപ്പോൾ രാമശബ്ദം, ഈ ബാലശബ്ദം, പുഷ്പം എന്നൊക്കെ പറയുമ്പോൾ അതിന് വിഭക്തികളുണ്ടല്ലേ. അതുപോലെ സ്ത്രീലിംഗം, പുല്ലിംഗം, നപുംസകലിംഗം, ലിംഗങ്ങളുണ്ട്, വചനങ്ങളുണ്ട്. പക്ഷേ ഈ പിന്നെ അവ്യയം എന്നതിന് ലിംഗവചനം, ലിംഗമോ വചനമോ പിന്നെ വിഭക്തിയോ ഇല്ല. അങ്ങനെ വരുന്നതാണ് അവ്യയങ്ങൾ. അപ്പോൾ അപി ഒരു അവ്യയമാണ്. സർവേപി ഗൗരീകുണ്ഡനാമകം സ്ഥാനം പ്രാപ്തവന്തഃ. കുത്ര പ്രാപ്തവന്തഃ, എവിടെ എത്തി? ഗൗരീകുണ്ഡനാമകം സ്ഥാനം, ഗൗരീകുണ്ഡനാമകം എന്നുള്ള സ്ഥലത്തെത്തി. തഥാ തേ ശ്രീ കേദാരക്ഷേത്രം ആരോഹന്തഃ ആസൻ. തഥാ ലക്ഷ്യപ്രാപ്തേ പൂർവം വേഗേന വൃഷ്ടിഃ ആരബ്ധ. യഥാ എന്ന് പറയുന്നത് ഒരു എന്താണ്? ഒരു അവ്യയമാണ്. യഥാ വരുമ്പോൾ തഥായൂടെ ചേർക്കും. ഇപ്പോൾ ഉദാഹരണമാണെങ്കിൽ യഥാ അന്ധകാരഃ ഭവതി, തഥാ ഉലൂകഃ ഗുഹാഭ്യഃ ബഹിരാഗച്ഛന്തി. യഥാ അന്ധകാരഃ ഭവതി, എപ്പോൾ അന്ധകാരം വരുന്നുവോ, തഥാ അപ്പോൾ, ഉലൂകഃ, എന്താ ഉലൂകഃ? ഔൾ, മൂങ്ങ. ഉലൂകഃ ഗുഹാഭ്യഃ, ഗുഹകളിൽ നിന്ന്, ഫ്രം ഗുഹാഭ്യഃ പഞ്ചമി, ബഹിരാഗച്ഛന്തി, വെളിയിലേക്ക് വരുന്നു. ബഹിഹി പ്ലസ് ആഗച്ഛന്തി. അപ്പം യഥാ തഥാ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യഥാ വെൻ, തഥാ ദെൻ. അതും ഒരു അവ്യയമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ യഥാ തേ ശ്രീ കേദാരക്ഷേത്രം ആരോഹന്തഃ ആസൻ. തേ കേ, ആരാണ് ഈ തേ? സഹ തൗ തേ, അവർ. ആരാണവർ? മിത്രാണി, കാനിജന മിത്രാണി. യഥാ തേ ശ്രീ കേദാരക്ഷേത്രം ആരോഹന്തഃ, കേദാരക്ഷേത്രം കയറി പോണം മുകളിലോട്ട്. കേദാരക്ഷേത്രം ആരോഹന്തഃ, മുകളിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ, തഥാ ലക്ഷ്യപ്രാപ്തേः പൂർവവേഗേന വൃഷ്ടിഃ ആരബ്ധ. വൃഷ്ടി, മഴ. വൃഷ്ടി ആരബ്ധ, മഴ തുടങ്ങി. തഥാ എപ്പോൾ ഇവർ ശ്രീ കേദാരക്ഷേത്രം ആരോഹന്തഃ ആസൻ. നേരത്തെ പറഞ്ഞില്ലേ, ആസനാസീതാസ്താം ആസൻ, കയറാൻ തുടങ്ങി. അപ്പോൾ തഥാ ലക്ഷ്യപ്രാപ്തേः പൂർവം, ലക്ഷ്യപ്രാപ്തിയിൽ എത്തുന്നതിന് പൂർവം, മുമ്പ്, വേഗേന ആര് വന്നു? വൃഷ്ടിഃ ആരബ്ധ, വൃഷ്ടി, മഴ തുടങ്ങി. മഴ സ്റ്റാർട്ടഡ് റെയിൻ. സഹസാ സർവത്ര അന്ധകാരഃ പ്രസൂതഃ. സഹസാ, സൂൺ, പെട്ടെന്ന്, ഉടൻ തന്നെ, സൂൺ. എന്ത് സംഭവിച്ചു? സർവത്ര അന്ധകാരഃ പ്രസൃതഃ, സ്പ്രെഡ്, മുഴുവനും എന്തായി? അന്ധകാരം വ്യാപിച്ചു. നദ്യാം തീവ്രജലവേഗേന സേതുഃ ഭഗ്നഃ. നദ്യാഹ, നദ്യഃ. അത് ഈകാരാന്ത ശബ്ദമാണ്. എന്നാൽ നദ്യഃ എന്തോന്നാണ്? നദ്യാഹ. നദ്യഃ എന്നുള്ളത് പ്രഥമ വിഭക്തിയാണ്. ഇവിടെ നദ്യാഹയാണ്. എന്താ? നദ്യാഹ, നദിയുടെ. നദ്യാഹ, നദ്യോഹ നദീനാന്നാണ്. നദ്യാഹ നദ്യോഹോ നദീനാം. അത് എന്താ അതിൻ്റെ ഷഷ്ടിയുടെ ഒരു ഷഷ്ടി വിഭക്തിയാണ്. ഷഷ്ടിയുടെ അർത്ഥം എന്താണ്? നദിയുടെ. ഇൻ്റെ എന്നൊക്കെ വരും. അപ്പോൾ നദ്യാഹ തീവ്രജലവേഗേന സേതുഃ ഭഗ്നഃ. സേതു എന്ത് ചെയ്ത്? പൊട്ടിപ്പോയി. സേതു അങ്ങ് നഷ്ടപ്പെട്ടു. സേതു പൊട്ടിയതല്ല, നഷ്ടപ്പെട്ടു. കഥം? നദ്യാഹ തീവ്രജലവേഗേന, തീവ്രമായിട്ടുള്ള ജലത്തിൻ്റെ വേഗത്താൽ. വേഗേന എന്നുള്ളത് തൃതീയ ഏകവചനം, ആൽ എന്നുള്ളതാണ് അർത്ഥം. വേഗത്താൽ സേതുഃ ഭഗ്നഃ. സേതു എന്ത് നഷ്ടപ്പെട്ടു? സേതു എന്ന് പറഞ്ഞാൽ ബ്രിഡ്ജ്, പാലം, ബ്രിഡ്ജ്. പർവ്വത സ്ഖലനം സഞ്ജാതം. പർവ്വതസ്ഖലനം, ഇപ്പം മേഘവിസ്ഫോടനം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ പർവ്വതസ്ഖലനം സഞ്ജാതം ഉണ്ടായി.
സർവേപി ഉച്ചസ്വരേണ അക്രന്ദൻ ഈശ്വരം പ്രാർത്ഥയന്ത ച. സർവേ എന്ത് ചെയ്തു? എല്ലാവരും ഉച്ചസ്വരേണ ആക്രന്ദൻ, ഉച്ചസ്വരേണ ലൗഡ്ലി, വലിയ വലിയ സ്വരത്തിൽ ആക്രന്ദൻ വിളിക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. ആരെ? ഈശ്വരം പ്രാർത്ഥയന്ത ച. അവിടെ ചാ വന്നു. ചായും എന്താണ്? ഒരു അവ്യയമാണ്. ചാ എന്ന് പറഞ്ഞാൽ ആൻഡ് എന്നുള്ള അർത്ഥത്തിൽ. ഈശ്വരം പ്രാർത്ഥയന്ത, എന്നിട്ട് ഈശ്വരനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹേ ഭഗവാൻ, എന്താ പറഞ്ഞത്? ഹേ ഭഗവാൻ, രക്ഷ അസ്മാൻ രക്ഷ, രക്ഷ അസ്മാൻ രക്ഷ, ഞങ്ങളെ രക്ഷിക്കൂ, പ്ലീസ് ഹെൽപ്പ് അസ്. സർവേഷാം അധൈര്യം ദൃഷ്ട്വാ നായകഃ സുധീരഃ സർവാൻ സാന്ത്വയൻ പ്രേരയൻ ച അവദത്. സർവേഷാം അധൈര്യം ദൃഷ്ട്വാ, ദൃഷ്ട്വാ ദൃഷ്ടാതുവിനോട് ക്വാ എന്നൊരു പ്രത്യേകം ചേർക്കും. നിങ്ങൾ നേരത്തെ പഠിച്ചു കാണും ചിലപ്പോൾ. അപ്പം ക്വാന്തം എന്ന് പറയും. അപ്പം ക്വാ ചേർക്കുമ്പോൾ ദൃഷ്ട്വാ എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടിട്ട്. പാസ്റ്റ് ടെൻസിൻ്റെ അർത്ഥമാണ് വരുന്നത്. ഈ സർവേഷാം അധൈര്യം, എല്ലാവരുടെയും അധൈര്യം, ധൈര്യമില്ലാത്തതുകൊണ്ടല്ലേ ഇവിടെ നിന്ന് വിളിച്ചു പോയത്. സർവേഷാം, സർവേഷാം എന്നുള്ളത് ഷഷ്ടി ബഹുവചനമാണ്. എല്ലാവരുടെയും അധൈര്യം ദൃഷ്ട, ധൈര്യം കണ്ടിട്ട് നായക, അതിനകത്തൊരു ലീഡർ കാണും. നായക ലീഡർ. തസ്യ നാമക്കിം, എന്താ അയാളുടെ പേര്? സുധീരഹ, സുധീരഹ സർവാൻ സാന്ത്വയൻ, സാന്ത്വയൻ ആശ്വസിപ്പിച്ചിട്ട് പ്രേരയൻ ച അവദത്, സാന്ത്വനിപ്പിക്കാൻ പ്രേരിപ്പിച്ചിട്ട് അവദൻ, അവദൻ അവദത്ത്, അവദത്ത് സഹ അവദത്ത്. അവിടെ നേരത്തെ ഞാൻ അഗച്ഛനൊക്കെ വന്നില്ല. അപ്പോൾ അവദത്ത് എന്ന് പറയുമ്പോൾ വധു ധാതുവാണ് പറയുക. അതും എന്താണ്? പാസ്റ്റ് ടെൻസ് ലങ്. അവദത്ത്, അവദതാം, അവദൻ പറഞ്ഞു. എന്താ നായക പറയുന്നതാണ്. ഐ ഭോ മിത്രാണി, അല്ലോ മിത്രങ്ങളെ, അസ്മിൻ വിപത്കാലേ വയം ധൈര്യം അവലംബ്യ കമപി ഉപായം ചിന്തയാമഹ. അസ്മിൻ വിപത്കാലേ, ഈ വിപത്കാലത്തിൽ, വിപത്കാലേ വയം നമ്മൾ ധൈര്യം അവലംബിച്ചിട്ട് ഉപായം ചിന്തയാമഹ, ഉപായം ചിന്തയാമഹ എന്ന് പറഞ്ഞാൽ ചിന്തിക്കണം, അതായത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ചിന്തയാമഹ എന്ന് പറഞ്ഞാൽ ഏതാണ്? വയം ചിന്തയാമഹ. അപ്പോൾ അത് ഉത്തമ പുരുഷനാണ് വരുന്നത് അല്ലേ? ചിന്തയാമി, ചിന്തയാവഹ, ചിന്തയാമഹയാണ്. ചിന്തയാമി, ചിന്തയാമി, ചിന്തയാവഹ, ചിന്തയാമഹ. ഇത് ഉത്തമ പുരുഷനാണ്. അഹം ചിന്തയാമി, ആവാം ചിന്തയാവഹ, വയം ചിന്തയാമഹ, നമ്മളെല്ലാം ചിന്തിക്കുക. അപ്പോൾ ചിന്തയാമഹ, നമ്മൾ ചിന്തിക്കണം അതിനെക്കുറിച്ച്. ഉടനെ ദിനേശ, വേറൊരാൾ പറയുകയാണ്, സവിഷാദം, സവിഷാദം, വിഷാദേന സഹിത, വിഷാദത്തോടു കൂടി. അരേ ഭ്രാത, ഭ്രാത പറഞ്ഞാൽ എന്താ? ബ്രദർ. ഓ ബ്രദർ, കിം വദസി, എന്ത് പറയുന്നു? എന്തിനാ അങ്ങനെ പറയുന്നു? വദസി, വദ് ധാതുവിൻ്റെ ലട്ടാണ്. വദതി, വദതഹ, വദന്തി, വദസി മധ്യമ പുരുഷനാണത്. വദസി, വദതഹ, വദഥ, വദസി. കിം വദസി, എന്ത് പറയുന്നു? അസ്മാകം മൃത്യുഹു ഏവ സന്നികടേ അസ്തി. അസ്മാകം മൃത്യുഹു, നമ്മുടെ മൃത്യു. മൃത്യു എന്ന് പറഞ്ഞാൽ മരണം, നമ്മുടെ മരണം. സമീപ, നികടേ അസ്ഥി, നികടം സമീപ. അസ്ഥി, അസ്ഥി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? അസ് ധാതുവാണ്. നേരത്തെ ആസൻ എന്ന് പറഞ്ഞില്ലേ? നികടേ അസ്ഥി, അസ് ധാതുവിൻ്റെ ലട്ടാണ്. അസ് ലട്ടാണ് എന്ത്? അസ്ഥി, സ്തഹ, സന്ധി, സന്ധി, അസ്ഥി സ്തഹ സന്ധി. അപ്പം ഏവ സന്നികടേ അസ്ഥി, നമ്മുടെ നിയർ ബൈ, അടുത്തായിട്ടുണ്ട്. എന്തോന്ന്? വെള്ളം അല്ലേ? ഏവം ചെയ്ത് കഥം ഉപായ ചിന്തനീയ. ഏവം ചെയ്ത്, എങ്ങനെയാണെങ്കിൽ എങ്ങനെ ഉപായം ചിന്തിക്കാൻ പറ്റുമോ? നായകൻ റിപ്ലൈ, മിത്ര വിഷാദം മാ കുരു, വിഷാദം മാ കുരു. കുരു എന്ന് പറഞ്ഞാൽ എന്താ? കൃ ധാതുവിൻ്റെ ലോട്ടാണ്. ലോട്ട് നമ്മളെ ആശ്വസിപ്പിക്കുക, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക, ഓർഡർ ചെയ്യുക എന്നൊക്കെ പറയല്ലേ. കൃ ധാതുവിൻ്റെ ലോട്ടാണ്
കരോതു കുരുതാം കുർവന്തു ആണ് പ്രഥമ. കുർവന്തു. പിന്നെ മധ്യമപുരുഷൻ കൊണ്ടുമ്പോൾ കുരു, കുരുതം, കുരുത. ഇതാണ്. അപ്പം ഇത് പ്രഥമ, ഇത് മധ്യമപുരുഷൻ. പ്രഥമയും മധ്യമപുരുഷനുമാണ്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് മിത്ര വിഷാദം മാ കുരു, വിഷാദം അരുത്, അരുത് എന്ന് പറയണത്. കരോതു കുരുതാം കുർവന്തു, കുരു കുരുതാം കുരുത, കുരുതാം കുരുതം കുരുത. അപ്പോൾ യഥാ വൃഷ്ടി ശാന്ത വാതാവരണം ച സ്വച്ഛ ഭവിഷ്യതി തഥാ വയം സംഭൂയ സേതു മാർഗം ച നിർമ്മായ പുനഃ സ്വലക്ഷ്യം പ്രതി ഗമിഷ്യാമഹ. അപ്പോൾ യഥാ, അവിടെ നേരത്തെ വന്നു യഥാ തഥാ. യഥാ എപ്പോൾ, വൃഷ്ടി ശാന്ത, വൃഷ്ടി മഴ ശാന്തമാകും. വാതാവരണം ച സ്വച്ഛ, വാതാവരണം ചുറ്റുപാട്, വാതാവരണം സ്വച്ഛ, സ്വച്ഛ എന്ന് പറഞ്ഞാൽ പ്യുവറാകുക. ഭവിഷ്യതി, ഭവിഷ്യതി എന്നുള്ളതിന് അതെന്തോന്നാണത്? ഭൂധാതുവിൻ്റെ ലിറിട്ടാണ്. ലിറിട്ട് എന്ന് പറയുന്നത് എന്തിനെ കാണിക്കുന്നു? ഫ്യൂച്ചർ ടെൻസാണ്. ഭവിഷ്യതി, ഭവിഷ്യതി. ഭൂധാതു ലിറിട്ട്, ലിറിക്ഷോസ് എന്താണ്? ഫ്യൂച്ചർ ടെൻസ്. അപ്പോൾ എങ്ങനെ വരും ബാക്കി രൂപങ്ങൾ? ഭവിഷ്യതി, ഭവിഷ്യതഃ, ഭവിഷ്യന്തി, ഭവിഷ്യന്തി. ഇതാണ് പ്രഥമ പുരുഷൻ, പ്രഥമ പുരുഷന്റെ രൂപം. പിന്നെ ഭവിഷ്യസി, ഭവിഷ്യതഃ, ഭവിഷ്യത, ഭവിഷ്യാമി, ഭവിഷ്യാവഹ, ഭവിഷ്യാമഹ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ യഥാ വൃഷ്ടി ശാന്ത വാതാവരണ സ്വച്ഛ ഭവിഷ്യതി തഥാ ദെൻ എന്ത് സംഭവിക്കാം? വയം സംഭൂയ, സംഭൂയ എന്ന് പറഞ്ഞാൽ ഒന്നിച്ച്, സേതും മാർഗം ച നിർമ്മായ, സേതുവിലേക്കുള്ള മാർഗം നിർമ്മിച്ചിട്ട് പുനഃ സ്വലക്ഷ്യം പ്രതി ഗമിഷ്യാമഹ, എന്നിട്ട് നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോകാം. അതും എന്താണ്? ഗമിഷ്യാമഹ എന്ന് എന്താണ്? അത് ലിട്ടാണ്, ഗമധാതുവിൻ്റെ ഉത്തമ പുരുഷൻ, ബഹുവചനമാണ്. എങ്ങനെ വരും? ഗമിഷ്യാമി, ഗമിഷ്യാമി, ഗമിഷ്യാവഹ, വഹ, ഗമിഷ്യാമഹ, നമുക്ക് പോകാം എന്ന് കാണിക്കുകയാണ്. അത് ലിറിട്ടാണ്. ലിറിട്ട് ഫ്യൂച്ചർ ടെൻസിനെ കാണിക്കുന്നു. അപ്പോൾ അങ്ങനെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്ര നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതിനകത്ത് ഗ്രാമാറ്റിക്കൽ നോക്കുക. യഥാ തഥാ, അതുപോലെ അവ്യയങ്ങളൊക്കെ വന്നു. അപ്പം ഇന്ന് ഇത്രയും ക്ലാസ് എടുക്കുന്നുള്ളൂ. ഇനി അടുത്ത ദിവസം ബാക്കിയുള്ള ക്ലാസ് എടുക്കുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.